Good evening. Good evening, miss. കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതെ, കുറെ നാളായി മിസ്സിന് ക്ലാസ് കിട്ടിയിട്ട്. ഒരാഴ്ച ഞാൻ ഹസ്ബൻഡിന് സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അതാണ് ഒരാഴ്ച ഉണ്ടാവാതിരുന്നത്. അശ്വതി മിസ് പറഞ്ഞിരുന്നു. അതെ. ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ ചോദിക്കാം, നമ്മള് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. വിറ്റാമിൻസ് ആയിരുന്നു തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്? അവിടെ വരെ ഉള്ളോ ചാപ്റ്റർ? വിറ്റാമിൻസ് ആയിരുന്നോ ചാപ്റ്റർ ലാസ്റ്റ്? അതാണോ? അതെ അതെ, നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്തില്ലേ? 13 വൈറ്റമിൻസിലെ ഫാറ്റ് സോളുബിളും വാട്ടർ സോളുബിളും നമ്മൾ പറഞ്ഞു. അത് ഞാൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കൺഫേം ചെയ്തത്. ഓക്കെ മിസ്. ഓക്കെ. പ്രേയർ ആരെങ്കിലും ഒന്ന് പറയാമോ? 4 പേരേ ഉള്ളൂ, അല്ല 3 പേരേ ഉള്ളൂ. പറയാം. Thank you God for another day. Help me with any work today. With the way behave and games that I play, let my heart remember you. Help me to love like you do. I want to shine your light. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ആണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. നമ്മൾക്കറിയാം, നമ്മളുടെ വീട്ടില് കുഞ്ഞുകുട്ടികൾ ഉണ്ടാവുമ്പോൾ തുടങ്ങി നമ്മൾ പല ഡിസീസും കേട്ടിട്ടുണ്ട്, പലതും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈവൻ ഇമ്മ്യൂണൈസേഷൻ എടുത്താൽ തന്നെയും മംസ്, മീസിൽസ് പോലുള്ള അസുഖങ്ങൾ കുട്ടികളിൽ വരാറുണ്ട് അല്ലെ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസും ഷെയർ ചെയ്തിരുന്നു, അതെല്ലാം കിട്ടിയിട്ടുണ്ടോ? കിട്ടി മാം. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പിക്ചർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ ചെയ്യേണ്ടത്? അത് ഞാനൊരു മോഡൽ തന്നേ ഉള്ളൂ. അത് നോക്കിയിട്ട് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എഴുതിയിട്ട് നിങ്ങളത് ചാർട്ടിലാണ് വരയ്ക്കാനോ പേസ്റ്റ് ചെയ്യാനോ താല്പര്യമെങ്കിൽ പിക്ചർ എടുത്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കളർ ചെയ്യാം. അങ്ങനെ ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വൈറ്റമിൻസിനെ കുറിച്ച് അത് ഒരു അംഗൻവാടി ടീച്ചറുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കണ്ടതാണ്. അതും കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കിട്ടിയിരുന്നു മലയാളത്തില്. വൈറ്റമിൻ കിട്ടിയായിരുന്നു. അതും കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ആ ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയച്ചേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് സബ്മിറ്റ് ചെയ്യണം, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. ചാർട്ടിൽ ചെയ്യാൻ താല്പര്യം. ചാർട്ടിലാണോ? ചില കുട്ടികൾ ഇങ്ങനെ പറയും, ചാർട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, കീറിപ്പോകും, അതുകൊണ്ട് നോട്ട്ബുക്കിൽ തന്നെ ഇങ്ങനെ വരച്ച് പേസ്റ്റ് ചെയ്ത് അവർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ ചാർട്ട് അങ്ങ് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെ നോട്ട് അതിലേക്ക് വരും. അതേസമയം നമ്മൾ നോട്ട്ബുക്കിലാവുമ്പോഴേക്കും ഓരോ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കേണ്ടതായിട്ട് വരും. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ വരച്ചിട്ട് അത് ഇമേജ് എടുത്ത് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രിപ്പയർ ചെയ്താലും മതിയാകും. അതാകുമ്പോൾ ജസ്റ്റ് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിലേക്ക് നോട്ടം എത്തും. നമുക്ക് ഇച്ചിരി വലിപ്പത്തിൽ വരയ്ക്കുകയൊക്കെ ചെയ്യും. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് ഞാൻ തന്ന കുറെ ആക്ടിവിറ്റീസ്, അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഏതാന്നൊക്കെ മറന്നുപോയോ? കുറച്ച് ആനിമൽസിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് അങ്ങനൊരു ആക്ടിവിറ്റി തന്നിരുന്നില്ലേ? ഏതാണ്? ആനിമൽസിന്റെ കുറിച്ച് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അനിമൽസിനെ കുറിച്ച് പറഞ്ഞോ? ഓരോ എന്തോ റെക്കോർഡ് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണോ? അതായിരുന്നു. റെക്കോർഡിൽ തന്നെ. റെക്കോർഡില് അല്ലേ? അപ്പൊ അതിനകത്ത് അതിനെ കുറിച്ച് എഴുതണോ അതോ പിക്ചർ മാത്രം മതിയോ? ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നോ? വണ്ടർഫുൾ ക്രീച്ചേഴ്സ് അതായിരുന്നോ? അതെ. അതായത് അത് 5 എത്രയായിരുന്നു? അത്രയും കണ്ടുള്ളൂ.
അത്ര എങ്ങനെ. അപ്പൊ അത് മാത്രം ആ. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റെക്കോർഡ് ബുക്കില് മിക്ക റെക്കോർഡ് ബുക്കിലും റൈറ്റ് സൈഡിൽ ലൈൻസ് ഉണ്ടാവും നമുക്ക് എഴുതുന്ന ഭാഗവും, ലെഫ്റ്റ് സൈഡിൽ പ്ലെയിൻ ആയിരിക്കും. നിങ്ങൾ വാങ്ങിച്ചതിൽ അങ്ങനെ ആ. തന്നെയാണ്. അതെ അതെ. അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആനിമലിനെ നമുക്ക് ഒട്ടിച്ചു വെക്കാം അതിന്റെ പിക്ചർ. ആ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പേജിൽ തന്നെ 2 അനിമൽസിനെ വെച്ച്, കാരണം 2 പാരഗ്രാഫ് എഴുതാനുള്ള സ്പേസ് ആ റെക്കോർഡ് ബുക്കിന്റെ ഒരു പേജിലുണ്ട്. A4ന്റെ അത്ര ഇല്ലെങ്കിൽ പോലും ഇത്തിരി വീതിയൊക്കെ ഉള്ളതാണല്ലോ റെക്കോർഡ് ബുക്കിന്റെ പേജ്. അതെ, വലിപ്പമുള്ളത്. അതെ. അപ്പൊ നമുക്ക് 2 അനിമൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതാം. ഇപ്പുറത്തെ സൈഡിൽ ആ 2 അനിമൽസിനെ ഒട്ടിക്കുകയും ചെയ്യാം. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ. പിന്നെ ഞാൻ ആക്ടിവിറ്റീസിൽ ഹെൽത്തി പീപ്പിളും ഇൽ പീപ്പിളും ആയിട്ടുള്ള കമ്പാരിസൺ എഴുതാൻ പറഞ്ഞിരുന്നു. പിന്നെ പെയർ ആയിട്ട് ഇരുന്നിട്ട് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ ചെയ്യായിരുന്നു. നിങ്ങൾ ആരെങ്കിലും 2 പേര് പെയർ ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ ഡെയിലി അവര് കഴിക്കുന്ന ഗുഡ് ഫുഡിന്റെ പറ്റിയ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ആക്ടിവിറ്റി ചെയ്യാം. അതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ടതല്ല. ആക്ടിവിറ്റീസിൽ മാം പറഞ്ഞല്ലോ എന്താണ് പ്രാക്ടീസ് മെഡിറ്റേഷൻ ആൻഡ് ബ്രെയിൻ എക്സസൈസ് എവരിഡേ എന്നൊക്കെ. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താൽ പോലെ അല്ലാതെ എഴുതണ്ടല്ലോ ഒന്നും. ഇല്ല, വേണ്ട. അതായത് പറഞ്ഞതായിരുന്നു ഈ പറഞ്ഞ ആക്ടിവിറ്റി ഒന്നുകൂടെ പറഞ്ഞ പ്രാക്ടീസ് മെഡിറ്റേഷൻ ആൻഡ് ബ്രെയിൻ എക്സസൈസ് എവരിഡേ. അതൊക്കെ ഡെയിലി ചെയ്താൽ മതി. നമ്മളിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമ്മൾ മ്യൂസിക് കേട്ടുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളെയോ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെയോ ഒരു പൂവിനെയോ ഫുഡിനെയോ ഒക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു സെൽഫ് ടോക്ക്, അതും ഒരു മെഡിറ്റേഷൻ ആണ്. നമ്മളെ പറ്റി ഇങ്ങനെ പറയുക, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗോൾസ്, അതെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെയും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. സിമ്പിൾ വേ ഓഫ് മെഡിറ്റേഷൻ: മൈ ടോക്ക് ടു മൈ സെൽഫ്, സെയിൻ മൈൻഡ് വിത്ത് ക്ലോസ്ഡ് ഐസ്. ചിലർക്ക് കുറെ നേരം കണ്ണടച്ചിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നും, കണ്ണ് തുറന്നോളൂ, കുഴപ്പമില്ല. സേ അബൌട്ട് മൈസെൽഫ്, നെയിം, ഫാമിലി ഡീറ്റെയിൽസ്, ജോബ് അല്ലെങ്കിൽ സ്റ്റഡി ആണെങ്കിൽ അത്, ഹോബീസ്, അംബിഷൻ, എക്സെട്ര. അങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ വേ ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം, എങ്ങനെയും ചെയ്യും. പിന്നെ വെജിറ്റേറിയൻ ഫുഡ്, നോൺ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിനെ പറ്റി എഴുതാൻ പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അതിന്റെ കൂടുതൽ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും അതും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെ ആക്ടിവിറ്റി 5, അതായത് പ്രിപ്പയർ എ ചാർട്ട് ഓർ വീൽ ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ്. വീൽ എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ എൻ്റെ അതുണ്ട്, ഞാൻ ഒരു ദിവസം എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എവിടേക്കോ എടുത്ത് വെച്ചേക്കാം. ഇങ്ങനെ വീല് പോലെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ കറക്കാം. നമ്മൾ സ്പിൻ ആൻഡ് വിൻ എന്നും പറഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ കറക്കുമ്പോഴേക്ക് ആരോ മാർക്ക് ഒരു ഭാഗത്തേക്ക് ചെന്നിരിക്കണതൊക്കെ, ആ ടൈപ്പ് വീലൊക്കെ കണ്ടിട്ടുണ്ടോ? ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ലക്ക് പരീക്ഷ അങ്ങനത്തെ ഗെയിം ഒക്കെ ഇല്ലേ, ഇങ്ങനെ കറക്കി ഇടുമ്പോ ആ ആരോ മാർക്ക് എന്തിലാണോ പോയിരിക്കുന്നത് അത് നമുക്ക് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലത്തെ ഒരു വീല് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച്. അത് നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ അത് കാണിച്ചു തരാം. ഇതിൽ ഒരെണ്ണം ഉണ്ടെന്നാണ് എന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തോ? വരും. ഇപ്പൊ കാണിക്കാൻ നോട്ട്ബുക്കിൽ എഴുതിയതാണ്. ജസ്റ്റ് റൗണ്ട് പോലെ വരച്ചിട്ട് അത് ഓരോ പോർഷൻ ആക്കി, ഓരോ പോർഷൻസ് ആക്കിയിട്ട് ചെയ്തു. പോർഷൻസ് പെർസെന്റേജ് വേണം എന്നുള്ളത് എഴുതി, അതിനെ പറ്റിട്ട് എഴുതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അത് ആക്ടിവിറ്റീസിൽ ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുറേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിങ്ങളുടെ ക്ലാസ് 16-ാം തീയതി മറ്റായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 16th ലാസ്റ്റ് ക്ലാസ് എടുത്തത്. നമുക്കിത് കുറച്ചൊന്ന് സ്പീഡിൽ പോണം, എന്നാലും നമ്മൾ എല്ലാം കടന്നു പോകും. എല്ലാത്തിനും കൂടി കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഹാൻഡ് വാഷിന്റെ ചാർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അത് മിസ് തന്ന പോലെ പിക്ചേഴ്സ് മാത്രം വെച്ചിട്ട് ചെയ്താൽ മതിയോ? എന്നാലും മതി. ആ പിക്ചേഴ്സ് വയ്ക്കുമ്പോഴേ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ചെയ്യേണ്ട ടെക്നിക്ക് ഏതാന്നുള്ളത് ജസ്റ്റ് 1 2 3 അല്ലെങ്കിൽ ABCD മാർക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ ഒന്നും എഴുതണ്ട. പിക്ചർ കാണുമ്പോൾ തന്നെ ഇതൊന്നും കുട്ടികളല്ലേ, അവർക്ക് എഴുതുന്നത് വായിക്കാനുള്ള ആ ഒരു ഏജ് ഉള്ള കുട്ടികളല്ല നമ്മുടെ മുമ്പിൽ വരുന്നത്. അവർക്ക് ആ പിക്ചർ കാണുമ്പോൾ അതുപോലെ ആക്ഷൻ കാണിക്കാൻ അവർ പഠിക്കും. പറ്റിയാൽ ഒരു റൈം അത് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ
ആ ചാർട്ട് വെച്ച് നമ്മളുടെ നല്ല ഈണത്തിൽ ആ റൈം ചെല്ലിച്ച് പിള്ളേരെ കൊണ്ട് ആ ആക്ഷൻ കാണിക്കാം. അതൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് തന്നെ ഇംപ്രൂവൈസ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ചാർട്ട് കാണിച്ചിട്ട് അവരെ കൊണ്ട് നല്ലപോലെ ബോഡി നല്ല ഷേക്ക് ആവുന്ന രീതിയിൽ തന്നെ ആക്ടിവിറ്റി കാണിച്ച് അവരെ കൊണ്ട് ആ ഒരു റൈം പറയിപ്പിക്കാൻ അവർ പറയാൻ പെട്ടെന്ന് അവർക്ക് പറ്റും. എഴുതാനും വായിക്കാനും ഉള്ളത് ആയി വരുമല്ലേ ഉള്ളൂ ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കിനി നമ്മുടെ യൂണിറ്റിലേക്ക് കിടക്കാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണ്. ഇതിനകത്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ മതി. ഇമ്മ്യൂണൈസേഷൻ ചാർട്ടില്ലേ, ഏത് ഏജിൽ കുട്ടിക്ക് ഏത് ഇഞ്ചക്ഷൻ ആണ് കൊടുക്കേണ്ടത്, പോളിയോ, ഓറൽ പോളിയോ, വായിലൂടെ പോളിയോ തുള്ളി മരുന്നില്ലേ അത് കൊടുക്കുന്ന സമയം, അങ്ങനത്തെ ഒരു ചാർട്ട് അറിയാം. അമ്മമാർക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും അവർക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഉള്ള ഒരു ചെറിയൊരു ബുക്ക് പോലെ കൊടുക്കും, കൊച്ചിന്റെ പേരൊക്കെ എഴുതിയിട്ട്. അപ്പൊ അത് ചെയ്യേണ്ടത് ആ ഒരു ആക്ടിവിറ്റി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതിന്റെ 2 മോഡൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ക്ലാസ് റൂമിൽ അയച്ചു തരാം. അത് നോക്കി മനസ്സിലാക്കി അത് എഴുതിയാൽ മതി. ഓക്കെ, സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ 2 ഫോർമാറ്റ് അയച്ചു തരാം. അത് മലയാളത്തിലാണ്, കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തത്. അത് മലയാളത്തിലാണ്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഒന്ന് എഴുതണം. ഏത് ഏജില് ഏത് ഇഞ്ചക്ഷൻ ആണ് അത് ഇംഗ്ലീഷിലേക്ക് ആക്കണതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമുക്കറിയാം കുട്ടികൾ അവരുടെ ഇമ്മ്യൂണിറ്റി വളരുംതോറുമാണ് അവരുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിലായി വരുള്ളൂ. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി വരുള്ളൂ. അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു ശേഷി വരുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് പല രീതിയിലുള്ള ഡിസീസസ് വരും. പ്രത്യേകിച്ച് സ്കൂളില് അല്ലെങ്കിൽ അംഗൻവാടി, ഡേ കെയറിലൊക്കെ പോകുമ്പോൾ ഒരു കുട്ടിക്ക് ജലദോഷം വന്നാൽ മതി, ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാം അത് വരും. ചെറിയൊരു പനി വന്നാൽ മതി, എല്ലാവർക്കും വരും അല്ലെ. പിന്നെ കുട്ടികൾക്ക് പലപ്പോഴും വരുന്നതാണ് അവരുടെ ചെറുപ്രായത്തിൽ ചെവി വേദന. പിന്നെ പുവർ ഡെന്റൽ ഹൈജീൻ ആണെങ്കിൽ, നല്ലപോലെ പല്ലൊന്നും ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ പല്ലിന് പ്രശ്നം, പല്ലിന് കേട്, അങ്ങനെ പല രീതിയിലുള്ള ഡിസീസസ് കുട്ടികൾക്ക് വരാം. ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ടാണ് പലപ്പോഴും ഡിസീസസ് വരുന്നത്. As children are disclosed to the surroundings and childhood is a period of continuous change, they are likely to suffer from diseases because of the harmful forces in the environment. അതായത് കുട്ടികൾ എപ്പോഴും അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് അവർ ഡിസ്ക്ലോസ് ആണ്, എന്നുവെച്ചാൽ ഒരു ഓപ്പൺ ആയിട്ടാണ് സറൗണ്ടിങ്സുമായിട്ട്. നമ്മളെ പോലെ അവരുടെ ക്ലെൻലിനെസ്, അവരുടെ ഹൈജീൻ നോക്കണമെങ്കിൽ അവരുടെ കൂടെ അവരുടെ കെയർ ഗിവർ വേണം. അമ്മ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അറിയില്ല മോശം സാധനങ്ങൾ എന്താണ്, നല്ലത് എന്താണ്. ചിലപ്പോൾ അഴുക്കിലൊക്കെ പോയി അവർ പിടിക്കും, എന്തെങ്കിലും എടുത്ത് വായിലിടും, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അവർക്ക് നല്ലത് എന്താണ് ചെയ്യേണ്ടത്, നല്ലത് അതൊന്നും അറിയില്ല ചെറിയ കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ, മോശം എന്താ പറയാ അഴുക്ക് പിടിച്ചത് എന്നൊക്കെ പല അസുഖങ്ങളൊക്കെ അവർക്ക് വരാൻ പറ്റും. അതുപോലെ നമുക്കറിയാം നമ്മളുടെ എൻവയോൺമെന്റ് മുഴുവനും ചെറിയ ചെറിയ അണുക്കളുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അണുക്കളെല്ലാം പല രീതിയിലുള്ള അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും. ലൈക്ക് ബാക്ടീരിയ, നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. അത് ഹ്യൂമൻ ഹെൽത്തിന് ഒരു ത്രെറ്റ് ആണ്, ഭയങ്കര ഒരു ഭീഷണി പോലെ തന്നെയാണ് അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും പല ഔട്ട് ബ്രേക്സ് ആണ്. കോവിഡ് ആണെങ്കിൽ എപ്പോ വന്നു, അങ്ങനെ ഓരോ തരം ഔട്ട് ബ്രേക്സ്. പിന്നെ പല രീതിയിലുള്ള വൈറൽ ഫീവർ, ഓരോ മഴക്കാലത്തും പല വൈറൽ ഫീവറിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ. പിന്നെ ചൂടുകാലം ആകുമ്പോൾ ചൂട് റിലേറ്റഡ് പല പ്രശ്നങ്ങളും, സൺബേൺ ഉണ്ടാകുന്നു, ചിലർ മരിച്ചു നമ്മൾ കേൾക്കുന്നു. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരും. പിന്നെ ഇമ്മ്യൂണിറ്റി ഒരു ഇത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണാറുണ്ട് ചില ആളുകൾ ഭയങ്കര പൊരി വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിൽ പവർ കിട്ടുന്നത്. സാധാരണ ഒരു മനുഷ്യൻ ആ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ തളർന്നു വീഴും. അപ്പൊ അങ്ങനെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആണ് അസുഖങ്ങൾ ഒരാൾക്ക് വരുന്നത്. ഇതുപോലെ തന്നെ അവര് ബുദ്ധിമുട്ടിലാവുന്നു. ഹസ്ബൻഡിന്റെ കേസ് അതായിരുന്നു, ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്, ഇവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെയാണ്. അങ്ങനെ വന്നൊരു ഇൻഫെക്ഷൻ വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് പറയണത് എപ്പോഴോ വന്ന ഒരു പനിയുടെ ഇൻഫെക്ഷൻ ബാക്കി കിടന്നു, അത് സ്മോൾ ഇൻറ്റെസ്റ്റിനെയാണ് ബാധിച്ചത്. അപ്പൊ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ട് വന്നു. നമ്മളത് ചെറുപ്പത്തിലുള്ള നർച്ചറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരെ ഇമ്മ്യൂൺ ആക്കുക എന്നുള്ളത് കെയർ ഗിവേഴ്സ്, അമ്മമാരാണെങ്കിൽ അത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആ ഒരു ഏജില് ടീച്ചേഴ്സിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കുമ്പോൾ ഒക്കെ അതൊക്കെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആകും, നല്ല രീതിയിൽ കെയർ കൊടുത്തു കഴിഞ്ഞു.
ഓക്കെ. പിന്നെ ഡിസീസസ് 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതായത് വായുവിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യും. പിന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസീസസ് വൈഡ് ആയിട്ടുണ്ട്. 2 ടൈപ്സ് മെയിൻലി, കണ്ടാജിയസ് ആൻഡ് ഇൻഫെക്ഷ്യസ് എന്നുള്ള രീതിയിൽ. കണ്ടാജിയസ് സ്പ്രെഡ് ഫ്രം 1 person to another. കൊറോണ അത് ഇൻഫെക്റ്റഡ് ആയ ഒരാളുമായിട്ട് നമ്മളൊരു അകലം പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ആളെ ഡീൽ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾക്കും വരാന്നുള്ള ഇതായിരുന്നു അന്നത്തെ കേസ്. ത്രൂ കോണ്ടാക്ട്, ഒരു മനുഷ്യന് വേറൊരാളിലേക്ക് കോണ്ടാക്റ്റിലൂടെ വരുന്നതാണ് കണ്ടാജിയസ്. ജെംസ് ഓഫ് ദീസ് ഡിസീസസ് ആർ വെരി സ്ട്രോങ്. ഇതിന്റെ അണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. കൊറോണ തന്നെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ദേ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി. പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും. ക്രിട്ടിക്കൽ കണ്ടീഷൻ നമുക്കറിയാം. ഇന്ന് കൊറോണ ഉണ്ട് ആ സമയത്ത് ഫസ്റ്റ് ഡേ കേട്ട നമ്പർ ആയിരിക്കില്ല സെക്കൻഡ് ഡേ കേൾക്കുന്നത്. പിന്നെ അങ്ങോട്ട് കൂടി ഭയങ്കരമായിട്ട് കൂടിയ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിലൂടെ, എയറിലൂടെ, വാട്ടറിലൂടെ, അങ്ങനെ എയർ ബോൺ ഫുഡിലൂടെ, വാട്ടർ അങ്ങനെയൊക്കെ വരുന്നതാണ് ഇൻഫെക്ഷ്യസ് പറയുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്സ് താഴെ പറഞ്ഞത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇമ്മ്യൂണിറ്റി ആണ് ശരിക്കും, ഇമ്മ്യൂണിറ്റിയുടെ കുറവ്, ആബ്സെൻസ് ഒക്കെ വരുമ്പോഴാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്, പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അത് കുട്ടികൾ സറൗണ്ടിങ്സുമായിട്ട് എപ്പോഴും അവര് വളരെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ അവരുടെ ബോഡി സറൗണ്ടിങ്സുമായിട്ട് ടച്ചിലായിരിക്കും എപ്പോഴും. കാരണം കുഞ്ഞുങ്ങളാവുമ്പം അവരെ യൂസ് ചെയ്യുന്ന ഡ്രസ്സും അതുമല്ല ചിലപ്പോൾ ബെയർ ഫൂട്ട് ആയിട്ട് അവരെ അഴുക്കിലേക്ക് ചവിട്ടുവോ അല്ലെങ്കിൽ കൈകൊണ്ട് ചെളിയൊക്കെ വാരിയെടുക്കുവോ, അങ്ങനെ ത്രൂ നെയിൽസിലൊക്കെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുവോ, എന്തെങ്കിലും ചിലതെടുത്ത് വായിലിടുവോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന പല അസുഖങ്ങളും ഉണ്ടാകും. പിന്നെ നമുക്കറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ മുഴുവനും പല ജേംസ് ഉണ്ട്. അപ്പൊ ഇത് പല രീതിയിലും സ്പ്രെഡ് ചെയ്യാം. ഒന്ന് പേഴ്സൺ ടു പേഴ്സൺ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ക്രിട്ടിക്കൽ ആയിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഉണ്ട്, അതായത് ത്രൂ വാട്ടർ, ഫുഡ്, എയർ അങ്ങനെയൊക്കെ സ്പ്രെഡ് ആവുന്നതുണ്ട്. ഇൻഫെക്ഷ്യസ് ഫുഡ് എങ്ങനെ സ്പ്രെഡ് ആവുന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ ഡിസീസസ് ആർക്കെങ്കിലും വന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഏരിയയിൽ അതുപോലെ എന്തെങ്കിലും ഡിസീസസ് വന്നതോ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ ചില സമയത്ത് മാസ് ഫുഡ് പോയ്സണിങ് കേൾക്കും അല്ലെ. അതായത് ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ, അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചവർക്കൊക്കെ ഭയങ്കര വോമിറ്റിങ്ങോ ഡയറിയ വന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ടല്ലേ. ഫുഡ് പോയ്സൺ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം തന്നെ. ഈ ഫുഡ് പോയ്സൺ ഭയങ്കര ഡേഞ്ചറസ് തന്നെയാണ്. ചില സമയത്ത് പ്രഷർ ലോ ആയി പോകും. ഫുഡ് പോയ്സൺ ആയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. ഫുഡ് ഐറ്റംസിൽ നിന്ന് ഡിസീസസ് വരുന്നത്. സ്ക്രോൾ ചെയ്തിട്ട് കുറച്ച് പേരല്ലേ ഉള്ളൂ, 7 പേരെന്തല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫുഡ് ഐറ്റംസ് ആരെങ്കിലും ഒന്ന് വായിക്കാം. അതിനകത്ത് ഒരു കാര്യം കറക്റ്റ് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. അവിടെ ഫ്ലോട്ട്സ് ഉണ്ട്, അതായത് കൺസ്യൂമിങ് ഫുഡ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ഫ്ലോട്ട്സ് അല്ല, ശരിക്കും ഫ്ലൈസ് ആണ്. ഈച്ച, FLIES. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. വായിച്ചു. Consuming food which are affected by flies and other insects is the reason for various diseases and infections. Fly is the major carrier of infections. യെസ്. അപ്പൊ നമ്മള് ഈ ഈച്ചയും അതുപോലെ തന്നെ വേറെ ചെറിയ പ്രാണികളും ഒക്കെ ചെന്നിരുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ, നമ്മൾ കഴിക്കുവാണെങ്കിൽ പല ഡിസീസ്, ചില ഫ്രൂട്ട്സിലൊക്കെ ഭയങ്കരമായിട്ട് ഈച്ചയൊക്കെ പൊതിഞ്ഞിരിക്കും, അല്ലെങ്കിൽ വേറെ പ്രാണികളൊക്കെ പൊതിഞ്ഞിരിക്കും. അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പല ഡിസീസസ് വരും. ശരിക്കും ഈച്ചയാണ് മേജർ കാരിയർ. അത് ഒന്നിലിരുന്നിട്ട് മറ്റൊന്നിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുക. അത് ഓപ്പൺ ആയിരിക്കുവാണെങ്കിൽ എന്താ, ഈ പറയുന്ന ഈച്ച അതുപോലുള്ള ഏതെങ്കിലും ചിലപ്പം എന്താ പറയാ സ്റ്റൂളോ അതുപോലെ എന്തെങ്കിലും വേസ്റ്റിൽ ഇരുന്നിട്ടായിരിക്കും ഈ ഈച്ച വന്ന് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഈച്ചയിൽ ഉണ്ടായിരുന്ന
അണുക്കൾ മുഴുവനും നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് വെച്ച ഫുഡിൽ പറ്റും, നമ്മളത് അറിയില്ല, നമ്മളത് കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം എല്ലാം നല്ലപോലെ ക്ലീൻ ആയിട്ട് അടച്ചു വെക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എയർ. അതാരാ വായിക്കുക? എമ്മി വായിക്കോ? It is the main medium of spreading diseases. When a patient coughs and sneezes, thousands of germs spread in the air. They are carried through air and get into the body of the person having less immunity power. Cough, cold, measles, smallpox, tuberculosis, etc. are examples and spread out air. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എയർ കൂടിയാണ്. അത് മെയിൻ മീഡിയ എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ അസുഖങ്ങൾ, ഡിസീസസ് ആളുകളിലേക്ക് ഇൻഫെക്റ്റഡ് ആകുന്ന ഒരു മീഡിയമാണ് എയർ എന്ന് പറയുന്നത്. പേഷ്യന്റ് കഫ് ചെയ്യോ സ്നീസ് ചെയ്യോ ചെയ്യുവാണെങ്കിൽ ആ ഒരു കഫിൽ അല്ലെങ്കിൽ ഒരു സ്നീസിൽ തന്നെ തൗസൻഡ്സ് ഓഫ് ജെംസ് ആണ് എയറിൽ ഇങ്ങനെ അണുക്കളാണ് സ്പ്രെഡ് ആവുന്നത്. അത് എയറിലൂടെ ഇങ്ങനെ നല്ലപോലെ അവർ ട്രാവൽ ചെയ്യും, എന്നിട്ട് മറ്റുള്ള ആളുകളുടെ ബോഡിയിലേക്ക് ഇടും. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾ ഇൻഫെക്റ്റഡ് ആകും, ഹാവിങ് ലെസ് ഇമ്മ്യൂണിറ്റി പവർ. പിന്നെ കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, TB നമ്മൾ പറയില്ല, എക്സെട്ര ആർ എക്സാമ്പിൾസ് ആൻഡ് എക്സാമ്പിൾസ്. ഈ എയറിലൂടെ സ്പ്രെഡ് ആവുന്ന അസുഖങ്ങളുടെ എക്സാമ്പിൾസ് ആണത്. കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഒരു 10-20 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടി അതിന് പ്രോപ്പർ ആയിട്ട് കഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്കർച്ചീഫ് യൂസ് ചെയ്യണം എന്നൊക്കെ അറിയില്ലെങ്കിൽ ആ കുട്ടി കഫ് ചെയ്യുന്നു, സ്നീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് കോൾഡ് ഉണ്ട്, അങ്ങനെ ആകുമ്പോൾ പസ്സെല്ലാം അവിടെ ഇവിടെയൊക്കെ ആകും, അതിന്റെ കയ്യിലാകും, അത് പിടിക്കുന്ന ഡെസ്കിൽ, അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ അസുഖം എല്ലാവരിലേക്കും പോകും. നെക്സ്റ്റ് രാജീവ് വായിക്കാമോ? അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. അതിനകത്ത് ബിസൈഡ്സ് ഫ്ലൈസ് ആണ്, അവിടെ ഫയൽസ് തെറ്റിയിരിക്കുന്നത്, അത് ഫ്ലൈസ് കറക്റ്റ് ചെയ്യുക. ഈച്ച ഒന്ന് വായിക്കാമോ? സ്റ്റാർട്ട് ചെയ്യും. വായിക്കുന്നുണ്ടോ? മൈക്ക് ഓൺ ചെയ്തു, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. പറഞ്ഞു. Besides flies, mosquitoes, insects, rats, and other creatures like pet dogs, farms, animals, and even birds are responsible for caring for infection, filariasis, typhoid, malaria, plague, cholera, trench, fever, etc. ഓക്കെ, ഈ ഫ്ലൈസ് കൂടാതെ, അതിന് ഈച്ചകൾ കൂടാതെ കൊതുക്, മൊസ്കിറ്റോസ്, ഇൻസെക്ട്സ്, വേറെ ഏതെങ്കിലും പ്രാണികള്, പിന്നെ എലി, റാറ്റ്സ്, എലിപ്പനിയൊക്കെ വരുന്നു, പ്ലേഗ്, അങ്ങനത്തെ അസുഖങ്ങൾ. നമ്മൾ ഈ എലിയുടെ യൂറിൻ വീണ മഴക്കാലത്തൊക്കെ നിറയെ എലി അതുവഴിയൊക്കെ പോകുന്ന യൂറിൻ വീണ വെള്ളമുണ്ട്, നമ്മൾ ചെരുപ്പിടാതെ അതിലൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിറയെ എലിയുടെ വേസ്റ്റും യൂറിനും ഒക്കെ വീണിട്ടുണ്ടാവും അതിനകത്ത്. നമ്മളുടെ കാലിന്റെ സ്കിന്നിൽ എവിടെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അതിലൂടെ അണുക്കള ബോഡിയിലേക്ക് കയറും, അങ്ങനെ പല അസുഖങ്ങളും വരും. അനിമൽസും അതർ ക്രീച്ചേഴ്സിലൂടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഫാം, നമ്മൾ വളർത്തുന്ന പശു, അങ്ങനെ ഫാം അനിമൽസ് ആയിട്ട് എന്താ പറയാ, ആട്, ചിലര് പിഗിനെ വളർത്തുമായിരിക്കും, അങ്ങനെ ഹോഴ്സിനെ വളർത്തുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫാം അനിമൽസ് ചെയ്യുന്ന അവരെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അതിലൂടെയും നമ്മൾക്ക് ഇൻഫെക്ഷൻസ് വരാം. പിന്നെ ബേർഡ്സ്, കോഴി ഫാം ഒക്കെ ഉള്ളവര്, കോഴി, താറാവ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതും നല്ല നീറ്റായി സൂക്ഷിച്ചില്ലെങ്കിൽ അതുവഴി ഇൻഫെക്ഷൻസ് വരാം. പിന്നെ അവിടെ റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ആണ്, കെയറിങ് അല്ല, പറയാൻ വിട്ടുപോയി. CARRYING, അത് ക്യാരി ചെയ്യുന്നു. ഇൻഫെക്ഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്ന ഒരു മീഡിയംസ് ആണ് ഈ പറയുന്ന അനിമൽസ്, അതർ ക്രീച്ചേഴ്സ്, ബേർഡ്സ്, ഫാം അനിമൽസ്, ഈ ഇൻസെക്ട്സ്, ഫ്ലൈസ്, മോസ്കിറ്റോസ്, അതെല്ലാം. പിന്നെ ഫിലാരിസിസ് എന്ന് പറയുന്നത് മന്തുരോഗമില്ലേ, അതാണ് ഫിലാരിസിസ്. ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ആ ഒരു സൈഡിലാണ് അതിന്റെ ആ കൊതുകുകൾ വരുന്നത്. ക്യൂലെക്സ് കൊതുകാണ് ഇത് വരുന്നത്, എന്റെ ഓർമ്മ തോന്നുന്നു. എനിക്ക് ഞങ്ങളുടെ ഇവിടെ വീടിനടുത്ത്, ഞാൻ എറണാകുളത്താണ്, വീടിനടുത്തൊരു ചേച്ചി, ഹസ്ബൻഡിന്റെ വീട് ആലപ്പുഴയാണ്. അവിടെ വീട് വെച്ച് താമസിച്ചു പോയി. അവിടെ ചെന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് മന്ത് വന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഏരിയയിലുള്ളവർക്കാണ് കൂടുതലായിട്ടും ഫിലാരിസിസ്, മന്ത് രോഗം പറയുന്നത്. പിന്നെ ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്,
കോളറ ഇന്നിപ്പോ അങ്ങനെ കേൾക്കാറില്ല. ശരിക്കും നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പൊക്കെയാണ് കോളറ ഔട്ട്ബ്രേക്ക് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. വെള്ളത്തിലൂടെ ആനിമൽസിന്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെയൊക്കെയാ വരുന്നത്. പിന്നെ ഫ്രഞ്ച് ഫീവർ അല്ല, ഫ്രഞ്ച് ഫീവർ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഫ്രഞ്ച് ഫീവർ നോക്കിയപ്പോട്ടെ. കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഫ്രഞ്ച് ഫീവർ തന്നെയാണ് കേട്ടോ. 5 day ഫീവർ ആണ്, 5 ദിവസം പനിക്കുന്നത്. നമ്മുടെ സാധാരണ വൈറൽ ഫീവർ വരുന്ന പോലെ തന്നെ. മോഡറേറ്റ്ലി സീരിയസ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ബോഡി ലൈസ്. അതായത് ഈ എന്താ പറയാ, മൃഗങ്ങളുടെ ദേഹത്തും ഒക്കെ ഈ ചെള്ള് പോലത്തെ സാധനം ഉണ്ടാവില്ലേ, പെയിൻ പോലെ ഇരിക്കുന്ന, അതിലൂടെ ആണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. World War I സമയത്ത് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിരുന്നു. ഫ്രാൻസ്, പോളണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇന്ത്യ കാര്യം പറയുന്നില്ല. ഓക്കെ, ഈ മൃഗങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഒരു പ്രാണി പോലത്തെ സാധനമില്ലേ, ഈ പെൻ പോലെ ഇരിക്കുന്ന ചെള്ള് പോലത്തെ, അതിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഫ്രഞ്ച് ഫീവർ 5 day ഫീവർ ആണ്. നെക്സ്റ്റ്, ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബറ്റ്സ്. അതാരെങ്കിലും വായിക്കാമോ? ഞാൻ വായിക്കാം. Drinks like water, ice and sorbets. In the market, tea, coffee, sorbets are sold in the open. These are contaminated by dust and other dirt particles. Dysentery, cholera, fever, typhoid, etc. are diseases which spread through the media. Yes. നമ്മള് ചില ഫെയറിനൊക്കെ പോകുമ്പോ കാണാം നിറയെ ഐസും സോർബറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് പൊടി ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ കളർ പോലത്തെ ജ്യൂസ് ഒക്കെ ഇട്ട് അങ്ങനെ തരില്ലേ. ചില ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ അത് കാണാറുണ്ട്. അപ്പോ ടീ, കോഫി, സോർബറ്റ്സ് അതെല്ലാം ഓപ്പൺ സ്പേസിലായിരിക്കും സോൾഡ് വിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആണ്, അതായത് ഇൻഫെക്റ്റഡ് ആണ്, അണുക്കൾ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഭയങ്കര ഡസ്റ്റ് ആണ്. അപ്പൊ ഡസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതർ ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഡിസെൻട്രി, നമ്മുടെ സ്റ്റൊമക്കിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, കോളറ, ഫീവർ, ടൈഫോയിഡ്, ഇതെല്ലാം ആ രീതിയിൽ സ്പ്രെഡ് ആവുന്ന ഡിസീസസ് ആണ്. നെക്സ്റ്റ്, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഞാനൊന്ന് സ്ക്രോൾ ചെയ്യാട്ടോ. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആരാ വായിച്ചു? Children should be trained to wash their hands and feet constantly, especially after any travel or sport. There are thousands of germs in the soil. After playing with the soil, children may take food without washing their hands properly. Thus, the germs get into the body and bring diseases. Diseases like polio, dysentery, and tetanus, etc. are transmitted this way. Yes. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. നമുക്കറിയാം കുട്ടികളുടെ ഏറ്റവും, അതുകൊണ്ടാണ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഞാൻ നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാനൊരു ആക്ടിവിറ്റി ആയിട്ടുണ്ട്. അവര് ചിലപ്പോൾ കളിച്ചിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ എന്ത് കാര്യം കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും നല്ലതുപോലെ അവർ ക്ലീൻ ചെയ്യില്ല. അപ്പം അത് പലപ്പോഴും പല അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യണം, എപ്പോഴും കാലും കൈയും കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും അത് ക്ലീൻ ചെയ്യാനായിട്ട്. എപ്പോഴാണ്, എക്സ്പെഷ്യലി ആഫ്റ്റർ എനി ട്രാവൽ ഓർ സ്പോർട്ട്, എവിടെയെങ്കിലും യാത്ര ചെയ്ത് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി ഇത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ശരിക്കും ബോഡി വാഷ്, കംപ്ലീറ്റ് ബോഡി വാഷ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ മണ്ണിലൊക്കെ തൗസൻഡ്സ് ഓഫ് ജേംസ് ഉണ്ട്. മണ്ണിലൊക്കെ കളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ തന്നെ കൈകൾ കഴുകാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ജേംസ് ബോഡിയിലേക്ക് കയറും, അങ്ങനെ പല അസുഖങ്ങൾ ഉണ്ടാകും. പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. പോളിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലുകൾ ശോഷിച്ചു പോകും, ചിലപ്പം നടക്കാൻ പറ്റാത്ത സ്ഥിതിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോട് കൂടി നടക്കേണ്ടതായിട്ട് വരും. ഈ ഒരു അസുഖങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു.
പിന്നെ പ്രിവെന്റബിളും ആണ്, ട്രീറ്റബിളും ആണ്. പക്ഷെ എന്നിരുന്നാലും വർഷങ്ങൾ ഒരു ലാർജ് ഓൾ വേൾഡ് എടുക്കുവാണെങ്കിൽ, കണക്കെടുക്കുവാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കുട്ടികൾ ഈ അസുഖങ്ങൾ വന്ന് മരിക്കുന്നതായിട്ട് കണക്കിലുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം പ്രിവെന്റബിളും ട്രീറ്റബിളും ആണ്. എന്നാലും ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് കുട്ടികൾ എല്ലാ വർഷവും ഈ പല പല അസുഖങ്ങൾ കൊണ്ട് മരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനകത്തില്ല, ഞാൻ പറഞ്ഞതാണ്, നമ്മളത് ഓർത്തിരിക്കുക. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുത്തു എന്നൊക്കെ ഇരുന്നാലും പലപ്പോഴും കുട്ടികളെ അവരുടെ ഇമ്മ്യൂണൈസേഷൻ ചെയ്ത ചില അസുഖങ്ങൾ പറയില്ലേ, നമ്മൾ വാക്സിനേഷൻ കൊടുത്താലും 1000-ൽ 1 കുട്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ. കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ, അതാണ് നെക്സ്റ്റ്. ഇതെല്ലാം കുറെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുമ്പോൾ അത് ഏതൊക്കെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനാണ്, വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നതെന്നൊക്കെ നമുക്കൊരു അറിവുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് വൂപ്പിംഗ് കഫ്. നമ്മൾ മലയാളത്തിലെ വില്ലൻ ചുമ എന്ന് പറയില്ലേ, 5 വയസ്സിൽ താഴെയുള്ള. വായിക്കാൻ റെഡി ആണെങ്കിൽ ഓരോരോ ഡിസീസ് ആയിട്ട് ഓരോരുത്തർ വായിച്ചോളൂ. നമുക്ക് ഇവിടെ ഒരു 10 ഡിസീസോളം നമുക്കുണ്ട്. ഇപ്പൊ ഒരു 7 പേരോ 8 പേരോ ഉണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരായിട്ട് വായിച്ചോളൂ. വൂപ്പിംഗ് കഫ്. It affects the children below 5 years of age. Non-stop cough causes difficulty in breathing, weakness, vomiting may occur. It is very infectious, hence the child is secluded. യെസ്, ഇത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് അഫക്ട് ചെയ്യുന്നത്. വില്ലൻ ചുമാന്ന് ഇങ്ങനെ പേര് പറയണത്, അവര് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വില്ല് പോലെ വളയുന്ന, കാരണം കുട്ടി ഭയങ്കരമായിട്ട് കഫ് ചെയ്യാൻ തുടങ്ങും, നോൺ സ്റ്റോപ്പ് ആയിട്ട് വല്ലാണ്ട് വളഞ്ഞിങ്ങനെ ഇതാകും. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആകും. കാരണം ചുമ നമുക്ക് തന്നെ ഒരു സാധാരണ ചുമ വന്നാൽ തന്നെ കണ്ടിന്യൂസ് ഒന്ന് ചുമച്ച് ഇങ്ങനെ നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുമല്ലോ. പിന്നെ ചില കുട്ടികൾ വോമിറ്റിങ്ങും അതിന്റെ കൂടെ നടക്കും, അപ്പൊ ആകെ ബുദ്ധിമുട്ടാവും. വളരെ ഇൻഫെക്ഷ്യസ് ആണ് അങ്ങനെയുള്ള കുട്ടികൾ. ഇൻഫെക്ഷ്യസ് ആയതുകൊണ്ട് സെക്ലൂഡഡ്, അവരെ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് വെക്കണം, കാരണം മറ്റുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിഫ്തീരിയ. ആര് വയ്ക്കും? യെസ്, കേൾക്കുന്നില്ല. ഞാൻ വായിക്കാം മാം. This is disease of the throat. പറയുന്നുണ്ടോ? ഞാൻ കേൾക്കാതാണ്. വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ. The symptoms are of high temperature, difficulty in breathing, etc. A membrane develops in the throat. If medical aid is not given with a short period of the child may be die of choking. It affects other children easily. ഡിഫ്തീരിയ, നമ്മുടെ ത്രോട്ട്, വിൻപൈപ്പ്, ട്രക്കിയ, അതായത് നമ്മുടെ ശബ്ദത്തിന്റെ മെയിൻ പാർട്സ് ആണ് ഈ ത്രോട്ട്, വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ എന്ന് പറയുന്നത്. അതിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. സിംറ്റംസ് ആണ് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഭയങ്കര പനി. ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഒരു മെംബ്രെയിൻ പോലെ ഉണ്ടാവും ത്രോട്ടിനകത്ത്, ഒരു സെഡിമെന്റ് പോലെ ഇരിക്കും. അതാണ് ബ്രീത്തിങ് ട്രബിളിന്റെ കാരണം. ഒരു ബ്ലോക്ക് ആവുന്ന പോലെ, എന്തോ വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുന്ന പോലെ ഒരു ഇതായിരിക്കും. മെഡിക്കൽ എയ്ഡ് ശരിയായ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓഫ് ചോക്കിങ്, കാരണം ശ്വാസം കിട്ടാതെ വരുമ്പോൾ കുട്ടി വല്ലാതെ അസ്വസ്ഥത കാണിച്ച്, കാരണം ഒരു മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക ഇതിന്റെ ത്രോട്ടിന്റെ അവിടെ. ഓക്സിജൻ ഇൻടേക്കും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോലും ഒന്നും നടക്കാതെ കുട്ടി ചോക്ക് ചെയ്ത് ബുദ്ധിമുട്ടായി മരിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്യും. ചെയ്ത് വെക്കട്ടെ. Okay, next tetanus. വായിച്ചോട്ടോ.
The germs തെറ്റാണ്. enter the oh, Okay. Yes. the germs enter the body through its injuries and it is action of the nervous system. Indifference in muscles is a primary symptoms of the disease. The muscle spasms make sipping difficult and even the patient will not be able to breathe in advanced conditions. The bacteria that cause this disease grow in cow tank, horse tank, etc. Even small woods should be cared for properly. Okay. ടെറ്റനസ് ഇതിന്റെ അണുക്കള് എന്തെങ്കിലും ഇഞ്ചുറീസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിലൂടെയാണ് ഈ ജേംസ് അകത്ത് കിടക്കുന്നത്. ഇത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. മസിൽസിനെ മെയിൻ ആയിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഡിസീസ്. അത് മസിൽസിനാണ് ആദ്യം ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് മസിൽ പെയിനോ അതിന്റെ കോൺട്രാക്ഷനോ അത് ചുരുങ്ങി പോവോ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരും. അതാണ് ഇതിന്റെ സിംറ്റം. മസിൽ ശരിയായ രീതിയിൽ ആക്ട് ചെയ്യാത്ത രീതിയിൽ വരും. മസിൽ ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഉണ്ടാകുന്ന ഇത് മസിൽ പേശികള് മസിൽസ് ചുരുങ്ങുക എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. മസിൽസ് ചുരുങ്ങുമ്പോൾ വളരെ വീക്കായി പോകും ബോഡി. മൂവ്മെന്റിന് ബുദ്ധിമുട്ടാവും. നമുക്ക് നല്ലൊരു മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് കാലിന്റെ ഒക്കെ മസിൽസ് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഓടാനും നടക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ അത് അങ്ങോട്ട് ചുരുങ്ങി പോകുമ്പോഴേക്കും അത് വളരെ വീക്കാവും. മൂവ്മെന്റ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാനും പറ്റില്ല. വല്ലാതെ ഈ അസുഖം കൂടി പോയി കഴിഞ്ഞാൽ ബ്രീത്തിങ് ട്രബിൾ വരും. ബാക്ടീരിയ ദാറ്റ് കോസ് ദിസ് ഡിസീസ് ഗ്രോ ഇൻ കൗ ഡങ്ക്, ഹോഴ്സ് ഡങ്ക്. അനിമൽ വേസ്റ്റിലാണ് ഇത് കൂടുതലായിട്ട് ഈ ബാക്ടീരിയ വളരുന്നത്. അതുകൊണ്ടാണ് ഓപ്പൺ വൂൺസ്. ഇപ്പൊ കാലിലൊക്കെ ഒരു മുറിവുണ്ട്, നമ്മൾ ആ ചാണകത്തി ചവിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഈ വൂണ്ടിലൂടെ ആയിരിക്കും ഈ അണുക്കൾ കയറുന്നത്. അത് ചെറിയ മുറിവാണെങ്കിൽ തന്നെയും അതിലൂടെ പെട്ടെന്ന് തന്നെ അത് കയറാം. ചെറിയ മുറിവാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് അതിനെ കെയർ ചെയ്ത് ആ മുറിവ് വച്ച് കെട്ടോ ഉണക്കോ അങ്ങനെ എന്തെങ്കിലും നല്ല ക്ലീൻ ആക്കുകയൊക്കെ ചെയ്യണം. അതാണ് ഓപ്പൺ വൂണ്ടിലൂടെയാണ് ഈ അസുഖങ്ങൾ വരുന്നത്. പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് കാണാതെ പഠിക്കാനോ ഒന്നുമല്ല കേട്ടോ. ഇതിനെ പറ്റിയൊരു അവയർനെസ് ആണ് നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ വരുന്നത് പല സാഹചര്യങ്ങൾ ജീവിക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവരുടെ പാരന്റ്സിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ആ സ്കൂളിലെ ഹെൽത്ത് എന്തെങ്കിലും സെഷൻ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുകയോ അങ്ങനെ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് ഒരു എയ്ഡ്, മെഡിക്കൽ എയ്ഡ് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു രീതി നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊരു അവയർനെസ് നമുക്ക് വേണം. അത് ബൈഹാർട്ട് ചെയ്യുക. നമ്മളുടെ ഒരു ടോപ്പിക്കും ബൈഹാർട്ട് ചെയ്യലല്ല, നമ്മൾ തിമാറ്റിക് ലേണിംഗ് ആണ്. അതായത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ വീട്ടിലോ നമ്മുടെ സറൗണ്ടിങ്സിലോ കുട്ടികളുണ്ട്, അവർക്ക് ഈ അസുഖങ്ങളുടെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ടുന്ന മെഡിക്കൽ എയ്ഡ് എത്രയും പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. അതാണ്. നെക്സ്റ്റ് എസ്തർ വായിച്ചു. രണ്ടുപേരും കൂടെ ഓണാക്കിയതല്ലായിരുന്നു. പോളിയോ. Polio, it is caused by a virus. Fever is the first sign, followed by weakness of limbs, sometimes paralysis. അങ്ങനെയാണോ മിസ് വായിക്കുന്നത്? പാരാലിസിസ് വായിക്കാം. Paralysis of the whole body may result. The treatment is physiotherapy. The defect may be permanent. കണ്ടിട്ടുണ്ടോ? പക്ഷെ ഈ ഒരു ജനറേഷനിലോ നമ്മളുടെ കുറെ ജനറേഷൻ മുമ്പൊക്കെ വരെ പോളിയോ അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലെ. ഇപ്പോഴൊന്നും അങ്ങനെ ആരിലും കാണുന്നില്ല. കുറച്ച് മുതിർന്ന ആൾക്കാരിലാണ് ഇതിപ്പോ കണ്ടത്. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു കുഞ്ഞു ഏജില് ചെറുപ്രായത്തില് വന്നു പോയതായിരിക്കാം. ഇതൊരു വൈറസ് കൊണ്ട് വരുന്ന. നോർമലി ബേബി ജനിച്ച സമയത്തൊക്കെ നോർമൽ ബേബി ആയിരിക്കാം. പക്ഷെ കുറെ കഴിയുമ്പോ കുട്ടിയുടെ കാലിന്റെ ആ ഒരു ഭാഗമൊക്കെ വീക്കാവാൻ തുടങ്ങും. അതായിരിക്കും ഫസ്റ്റ് സൈൻ കാണിക്കുന്നത്. അത് വല്ലാതെ വീക്കാവും. പെട്ടെന്ന് തന്നെ ഹോൾ ബോഡി പാരാലിസിസിലേക്ക് പോകും, തളർന്നു പോകും. അതാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി മാത്രമല്ല. എന്ന് വെച്ചാൽ ആ കാല് കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാനായിട്ടുള്ള ഫിസിയോതെറാപ്പി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കണ്ടിട്ടില്ലേ ചില ആളുകളുടെ രണ്ട് കാലിന്, ഒരു കാല് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള കാലായിരിക്കും, മറ്റേ കാലിന് മാത്രമായിരിക്കും ഈ പാരാലിസിസ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവര് ചെരുപ്പ് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് പറ്റുന്ന ഹൈറ്റ് ആ ഒരു ഡിഫറൻസ് വരും. പറ്റുന്ന രീതിയിലുള്ള ചെരുപ്പ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് അവർ പിന്നെ എന്തോ ഒരു കമ്പി പോലെ ക്രച്ചസ് പോലത്തെ സാധനമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്.
ബാക്കി അവരുടെ ബോഡി പാർട്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം നോർമൽ ആണ്, ഹെൽത്തി ആണ്. പക്ഷെ ഇത് കാലിനെ ബാധിച്ച് വീക്കായി പോയി പാരാലിസിസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റേ ഉള്ളൂ. ഇത് ഡിഫക്റ്റ് പെർമനന്റ് ആയിരിക്കും. ആ ഒരു കാല് ശോഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ലൈഫ് ലോങ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഡിസെൻട്രി. വായിച്ചോളൂ, ഇനി വായിക്കാണെന്ന് വെച്ചാൽ വായിച്ചു. Dysentery. This is the diseases in which loose and abnormal motions are past. Pain in the stomach is usually attended by loose motion. The motion contains pus and blood. The patient becomes very weak due to loss of water from the body. The patient should be get prompt medical aid. ഡിസെൻട്രി നല്ല പോലെ ലൂസ് മോഷൻ, ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ, സ്റ്റൂള് ആ രീതിയിൽ പോകും അല്ലെ. ഭയങ്കര പെയിൻ ആയിരിക്കും, ഭയങ്കര വയറുവേദനയായിരിക്കും. പല തവണ അന്ന് പേഷ്യന്റ് അങ്ങ് തളർന്നു പോകും. ഈ മോഷനില് പസ് കാണും, പഴുപ്പ്, അതുപോലെ ബ്ലഡും ഉണ്ടാകും. പേഷ്യന്റ് വളരെ വീക്കായി പോകും. കാരണം ഈ പല തവണ ഈ കഴിച്ചത് മുഴുവനും പോയിട്ടുണ്ടാവും, പിന്നെ പോകുന്നത് മുഴുവനും വെള്ളമായിരിക്കും. അപ്പം ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ബോഡിയിൽ നിന്ന് അത്രയും വാട്ടർ പോകും. നമ്മുടെ ബോഡിയുടെ ഒരു 1/3 ഭാഗം വെള്ളമാണെന്നാണല്ലോ പറയുന്നത്. ആ വെള്ളം മുഴുവൻ പോയി ആളാകെ ക്ഷീണിക്കും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പേഷ്യന്റ് ഷുഡ് ഗെറ്റ് പ്രോംപ്റ്റ് മെഡിക്കൽ എയ്ഡ്. കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ്, മെഡിക്കൽ എയ്ഡ് പേഷ്യന്റിന് കിട്ടിയിരിക്കണം. നെക്സ്റ്റ് ജോണ്ടിസ്, സിക്സ്ത് വൺ, മഞ്ഞപ്പിത്തം. കൂട്ടമായിട്ട് ഹോസ്റ്റലിലെ കുട്ടികളെ ബാധിക്കുന്നത്. വെള്ളം, കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലെ. വായിച്ചോട്ടോ. ഞാനിങ്ങനെ വായിച്ചു, ഞാനിങ്ങനെ വായിക്കാനുണ്ടോ? 7 പേരുണ്ടല്ലോ. നമ്മള് 5 ഡിസീസ് അല്ലേ പറഞ്ഞോളൂ. മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ആക്കി വായിക്കാൻ പറ്റുന്നവരെ വായിച്ചോളൂ. ആരും ആർക്കെങ്കിലും രണ്ടാമത് വായിക്കണം തോന്നുന്നു. It is caused by various germs in blood and excreta of patients. The germs affected the liver. If medical aid is not properly given, the eyes become yellow in color. At this stage, the activities of the internal organs, the liver become malfunctioning, and finally the patient may even die. So treatment should be given in the starting itself. മഞ്ഞപ്പിത്തം അല്ലെ, ജോണ്ടിസ്. യെല്ലോ സ്കിൻ ആവുന്ന പറയുന്നത്. ഇത് ബ്ലഡില് അണുക്കൾ കലരും. കോസ്ഡ് ബൈ ദ വേരിയസ് ജെംസ് ഇൻ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റ. എക്സ്ക്രീറ്റ എന്ന് പറഞ്ഞാൽ ബോഡി വേസ്റ്റ്, സ്റ്റൂള്. അതിലും ഈ ജെംസ് ഉണ്ടായിരിക്കും. ബ്ലഡ് എക്സ്ക്രീറ്റ ഓഫ് പേഷ്യന്റ്. ജെംസ്, ഈ അണുക്കൾ ബാധിക്കുന്നത് ലിവറിനെയാണ്, കരളിനെയാണ്, ലിവറിനെയാണ് ബാധിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലെങ്കിൽ കണ്ണൊക്കെ പെട്ടെന്ന് തന്നെ യെല്ലോ ആവും. നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടല്ലോ വീടുകളിൽ. പണ്ട് യൂറിൻ എടുത്തിട്ട് അതിനകത്ത് അരിമണി അല്ലെങ്കിൽ ചോറോ എന്തോ ഇട്ട് നോക്കും. അത് മഞ്ഞ കളർ ആവുകയാണെങ്കിൽ നമ്മൾ നോർമലി വീടുകളിൽ ചെയ്യുന്ന ഒരു യൂറിൻ ടെസ്റ്റ് ആണ്. മഞ്ഞപ്പിത്തമാണെന്ന് പ്രായമായവരൊക്കെ പറയുന്നേക്കാം. പിന്നെ സ്വെറ്റിലൊക്കെ ഈ അണുക്കൾ ഉണ്ടാവുന്ന പറയുന്നത്. സ്റ്റൂളില് എക്സ്ക്രീറ്റ, ബോഡി വേസ്റ്റ്, സ്റ്റൂൾ, മോഷനില്, അതിലെല്ലാം ഈ അണുക്കൾ ഉണ്ടാവും. ഇന്റേണൽ ഓർഗൻസിന്റെ, പ്രധാനമായിട്ട് ലിവറിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ നോർമൽ ആയിട്ട് ലിവർ, ഇന്റേണൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റി നടക്കില്ല. പേഷ്യന്റ് മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. പിന്നെ കുറെ ഫുഡ് കൺട്രോൾ ഒക്കെ ഉണ്ട്. ഈവൻ 1 ഇയർ വരെയും വൺസ് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഈ അണുക്കൾ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. 1 ഇയർ വരെയും ശ്രദ്ധിക്കും. ഇങ്ങനെ ഉപ്പില്ലാത്ത ഭക്ഷണം ഒന്നാണ്ടാണ് അസുഖ സമയത്ത് പേഷ്യന്റിന് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഫ്രണ്ട് ബാംഗ്ലൂർ ജോലി കിട്ടി, അവിടെ പോയ സമയത്ത് മഞ്ഞപ്പിത്തം വന്നു. അങ്ങനെ ആ കുട്ടിയുടെ അമ്മ അവിടെ പോയി നിന്നാണ് കെയർ ചെയ്തത്. കാരണം ഈ ഭക്ഷണം ശ്രദ്ധിക്കണമല്ലോ. ഇവര് പുറത്തുനിന്നൊക്കെ കഴിച്ച് അങ്ങനെ എങ്ങനെയോ പിടിപെട്ടതാണ് അസുഖം. 1 വർഷം നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ്
നല്ല വെള്ളം, അതൊക്കെ വെള്ളത്തിൽ നിന്നൊക്കെ ആണല്ലോ വരുന്നത്. പിന്നെ ആൽക്കഹോളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നാ പറയുന്നത് ആ ഒരു സമയത്ത്. കാരണം പലപ്പോഴും നമ്മളൊരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ മെഡിസിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അത് നമ്മളിപ്പോ ഒരു പനി വന്ന് മെഡിസിൻ കഴിക്കുന്ന ആളാണെങ്കിൽ കൂടിയും ആ സമയത്ത് ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യണം എന്നാ പറയുക. ഇല്ലെങ്കിൽ ഈ കഴിക്കുന്ന മെഡിസിൻസിന് സൈഡ് എഫക്ട് വന്ന് നമ്മളുടെ അസുഖം വേഴ്സ്റ്റ് ആവും. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കത് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിസിൻ എടുക്കുമ്പോൾ ഇവരുടെ ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് വരും. അപ്പൊ അങ്ങനെ ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് വരുമ്പോൾ ശ്രദ്ധിച്ചാണ് ഡയറ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അത് മാത്രമല്ല ആൽക്കഹോൾ കൺസംഷൻ ആ ഒരു സമയത്ത് പാടില്ല. കാരണം മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആവും, ഷുഗർ വല്ലാതെ കൂടും, പേഷ്യന്റ് ഡെത്ത് ആകും, അങ്ങനത്തെ കേസസ് ഒക്കെ വരും. അതെല്ലാം അപ്പൊ ഡയറ്റ് ശ്രദ്ധിക്കണം, ഷുഗർ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും അവോയ്ഡ് ചെയ്യണം. അങ്ങനെ എല്ലാം അങ്ങനെ ക്ലിയർ ചെയ്യണം. ഈ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് എല്ലാം ഉണ്ട്, അതെല്ലാം ബോഡിയിൽ നിന്ന് ശരിക്കും പോയി പുതിയ നല്ല ബ്ലഡ് സെൽസ് വരണം, ഹെൽത്തി ആയിട്ട് മാറണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നല്ല വെള്ളം കുടിക്കണം, അത് ക്ലീൻ വാട്ടർ ആയിരിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, കറക്റ്റ് മെഡിക്കേഷൻസ് എടുക്കണം, ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, സ്മോക്കിംഗ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം, ഷുഗർ ലെവൽ ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അതായത് ലിവറിലൂടെയാണ് എല്ലാം ഇങ്ങനെ ഒരു അരിപ്പയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിങ്ങനെ എല്ലാ ഇത് നമ്മൾ പറയില്ലേ, ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് അതിന്റെ ലിവർ ആയിരിക്കും. അത് മനുഷ്യന്റെ കാര്യമായാലും ശരി, മൃഗങ്ങളുടെ കാര്യമായാലും ശരി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആദ്യം ഇൻഫെക്റ്റഡ് ആവുന്ന ലിവറാന്ന് പറയുന്നത്. അത്രയും ജോലി ചെയ്യുന്ന ഒരാളാണ് ലിവർ. ഇതിലൂടെയാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം ഇങ്ങനെ ഇപ്പൊ മെഡിസിൻ എടുത്തു, മെഡിസിൻ അതിലൂടെ ഇങ്ങനെ പോകും. അതേ മെഡിസിൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൽക്കഹോൾ കുടിച്ചു എന്ന് വിചാരിക്കുക, അതും ഈ ലിവറിൽ കൂടെ തന്നെയല്ലേ പോകുന്നത്. അപ്പൊ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യും, സൈഡ് എഫക്റ്റ് ഭയങ്കര മോശമായിരിക്കും. നെക്സ്റ്റ് മലേറിയ, കൊതുക് പരത്തുന്ന അസുഖം. വായിച്ചു. Mosquitoes are mainly liable for the spread of the disease. When the mosquitoes bite, the germs get to the blood streams and then the red blood corpuscles, headache, recurrent fever, weakness of the blood, etc. are common symptoms. Yes. മൊസ്കിറ്റോസ് ആണ് ഇതിന്റെ മെയിൻ കാരണം മലേറിയയുടെ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ്, അനോഫിലസ് എന്ന് പറയുന്ന ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ് ഇതിന് കാരണം ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്തിട്ട്. മൊസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെംസ് നമ്മളുടെ ബ്ലഡിലേക്ക് കലരും. അങ്ങനെ RBC, റെഡ് ബ്ലഡ് കോർപ്പസ്ലസ്, അത് സിവിയർ ആയിട്ട് ഹെഡേക്ക് ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവും. അതെല്ലാമാണ് ഇതിന്റെ കോമൺ സിംറ്റംസ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് കണ്ടാമിനേറ്റഡ് നീഡിൽസ് മേ ട്രാൻസ്മിറ്റ്. ഇത് ഈ ഒരു അസുഖം മലേറിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് നമ്മൾ രക്തദാനം ചെയ്യില്ലേ, അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ്, നല്ല സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ എല്ലാം നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ആയിരിക്കാം. ബോഡി വീക്ക് ആകും. ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ് വരുന്നത് മലേറിയയുടെ. ഭയങ്കര പനിയായിരിക്കും. സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ ഒന്നല്ല, ഇതിന്റെ പനി ഭയങ്കരമായിട്ട് ബോഡി ഭയങ്കര വീക്ക് ആവും. നെക്സ്റ്റ് 8th one, ടൈഫോയിഡ്. ടൈഫോയിഡ് പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ മൊസ്കിറ്റോസ് ആണ് ഇത് പരത്തുന്നത്. അങ്ങനെയാകുമ്പോൾ മൊസ്കിറ്റോനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് നമ്മളെ കടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. നെറ്റ് യൂസ് ചെയ്യാം, അല്ലെ? പിന്നെ ഈ ഒരു ഇതിലെ ഇൻസെക്ട് റിപ്പല്ലന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം ക്രീം പോലെ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമോ ലോഷനോ പോലെയുള്ള നമ്മുടെ ബോഡിയിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളിൽ തേക്കുമല്ലോ. പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ? കുട്ടികളുടെ ഡ്രസ്സ് കഴിഞ്ഞ് ഓപ്പൺ ആയിട്ട് കൈയും കാലും ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ ഒരു മോയ്സ്ചറൈസർ പോലെ തന്നെയാണ്, അത് തേക്കാം. പിന്നെ അല്ലാതെ നമുക്ക് ഇൻസെക്ട് അംഗീകരിച്ചിട്ടുള്ള, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ചില ഇൻസെക്ട് റിപ്പല്ലന്റുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിലതുണ്ട് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ
വോയിസ് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടാവും. അതായത് ആ ഒരു ഫ്രീക്വൻസി, സൗണ്ട് കൊതുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവർ ആ സൗണ്ട് ഉള്ള അടുത്തേക്ക് വരില്ല. ചില ഹോട്ടൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം മൊസ്കിറ്റോ റിപ്പലന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രില്ലൊക്കെ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊരു ഫ്രീക്വൻസിയിൽ ഒരു സൗണ്ട് വേവ്സ് പുറപ്പെടും. അപ്പൊ ആ ഒരു സൗണ്ട് വേവ്സ് ഈ മൊസ്കിറ്റോസിനൊന്നും ബെയർ ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് ഒട്ടും അഡ്ജസ്റ്റഡ് ആവാൻ പറ്റില്ല. അപ്പൊ ആ ഏരിയയിലേക്ക് മൊസ്കിറ്റോസ് വരില്ല. അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്യുക, ലോങ് ഡ്രസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട്. നെക്സ്റ്റ് ടൈഫോയിഡ്. Typhoid. This disease propagates through water, dust, etc. Flies also help in the spread of the disease. Headache, body pain, bleeding, etc. are the symptoms. Sometimes the motions will be loose and there may be vomiting also. Gradually, the lips and tongue will become dry. It remains for a few days. This disease lasts for 3 or 4 weeks. Yes, ടൈഫോയിഡ് വാട്ടറിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കണ്ടാമിനേറ്റഡ് അണുക്കളൊക്കെ കലർന്നിട്ടുള്ള വെള്ളമാണെങ്കിൽ, ഡസ്റ്റ്, അതിലൂടെയെല്ലാം ഇത് സ്പ്രെഡ് ആവുന്നു. പിന്നെ ഫ്ലൈസ്, ഈച്ചകളും ഈ ഡിസീസ് സ്പ്രെഡ് ആവാനായിട്ട് സാധിക്കും. കാരണം ചില ഫുഡിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവും. അത് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും രീതിയിൽ ഈച്ച വന്ന് കിടക്കുകയോ ടച്ച് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ഫുഡും വാട്ടറും എല്ലാം കണ്ടാമിനേറ്റഡ് ആയി അങ്ങനെ ഈ അസുഖം വരാം. ഹെഡേക്ക്, ബോഡി പെയിൻ, ബ്ലീഡിങ്, ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ചില സമയത്ത് ലൂസ് മോഷൻ ഉണ്ടാവും, പിന്നെ വോമിറ്റിംഗ് ഉണ്ടാകാം. ബോഡി കൂടുതൽ വീക്ക് ആവും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ലിപ്സും ടങ്സും എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. കാരണം ബോഡിയിൽ നിന്നും വെള്ളം ലൂസ് ആവുകയാണല്ലോ, അതെല്ലാം ഡ്രൈ ആവുന്നു. ഇത് കുറച്ച് ദിവസം ഉണ്ടാവും ഈ അസുഖം. മേ ബി 3 or 4 weeks, അതിൽ 4 ആഴ്ച വരെയൊക്കെ ഈ അസുഖങ്ങൾ ഉണ്ടാകും. Next, 9th, measles. It is a common disease among school children and it is caused by a virus. In the beginning, there was a cold, cough, and fever. After a few days, red spots appear. Immunization is very important against measles. സ്കൂൾ കുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണല്ലേ മീസിൽസ്. നമ്മളെന്താ മലയാളത്തിൽ പറയാ? അഞ്ചാം പനി എന്നല്ലേ? അതൊരു പർട്ടിക്കുലർ വൈറസ് ആണ്. ഇതിനൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ട് ഈ അസുഖങ്ങൾക്കൊക്കെ. ബിഗിനിങ് ഒരു കോൾഡ്, കഫ്, ഫീവർ 5 ദിവസം കഴിയുമ്പോൾ മാറുന്നൊക്കെയാണ് പറയുന്നത്. ഒരു റെഡ് സ്പോട്ട് പോലെ, കുഞ്ഞു കുഞ്ഞു കുത്തുപോലെ ഇങ്ങനെ വരും. ഇമ്മ്യൂണൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് അഗെയിൻസ്റ്റ് മീസിൽസ്. ഇപ്പൊ അങ്ങനെ 5ആം പനി വന്നു പറഞ്ഞു കേട്ടിട്ടില്ല അല്ലെ? ഇത് എയർബോൺ ആണ്. അതായത് ഈ ഇൻഫെക്റ്റഡ് ആയ ആളുകളുടെ വായിൽ നിന്ന് സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചവയ്ക്കുമ്പോഴോ ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് തെറിക്കുമല്ലോ, അല്ലെങ്കിൽ തുപ്പല് തെറിക്കുമ്പോഴോ അല്ലെങ്കിൽ ടച്ചിങ് നമ്മൾ തൊടുമ്പോഴോ ഒക്കെയാണ് ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത്. കോൾഡ്, കഫ്, ഫീവർ ആണ്. ഇതിന് പ്രിവെന്റീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, കോളറ. അങ്ങനെ കേൾക്കുന്നില്ല, കോളറ സ്പ്രെഡ് ആയി എന്നുള്ള അസുഖങ്ങളൊന്നും കേൾക്കുന്നില്ല. അയച്ചു അരുതി. Cholera. This is another epidemic which is caused by microbes named as Vibrio cholera. It affects the small intestine. It spread through food, vegetables, drinking water, etc. Severe vomiting and loose motion followed by thirst are the common symptoms. കോളറ ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇത് എന്താ പറയാ, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും വേണമെങ്കിൽ അത് അഫക്റ്റ് ചെയ്യാം. ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഒരാൾ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു അസുഖം. വിബ്രിയോ കോളറ എന്നുള്ള മൈക്രോ ബാക്ടീരിയ ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ ചെറുകുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇറ്റ് അഫക്ട്സ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. നമുക്ക് ചെറുകുടലിന്റെ ജോലി അറിയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൽ നമ്മുടെ ബോഡിക്ക് എന്തെല്ലാമാണോ ആവശ്യം അത് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും.
വേസ്റ്റ് പോകേണ്ടതാണ് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. അത് സ്മോൾ ഇൻഡസ്ട്രിനെ ബാധിക്കുന്നു. ഫുഡ്, വെജിറ്റബിൾസ്, ഡ്രിങ്കിങ് വാട്ടർ, അതിലൂടെയെല്ലാം ഇത് സ്പ്രെഡ് ആവുന്നു. ഭയങ്കര വോമിറ്റിങ്ങും ലൂസ് മോഷനും ആയിരിക്കും. അതിനുശേഷം ഭയങ്കര ദാഹായിരിക്കും. ഫോളോഡ് ബൈ തേഴ്സ്റ്റ് ആർ ദ കോമൺ സിംറ്റംസ്. ഇത് സിവിയർ ഡയറിയ, ഡയറിയ എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻ, പിന്നെ ഡീഹൈഡ്രേഷൻ ആവും, വോമിറ്റ് ചെയ്യും, ലൂസ് മോഷൻ. അപ്പൊ ബോഡിയിൽ നിന്ന് വാട്ടർ കണ്ടന്റ് ഓൾമോസ്റ്റ് ഡ്രെയിൻ ഔട്ട് ആവുക, പോവുകയാണ്, നഷ്ടപ്പെടുവാണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഡെത്തിലേക്ക് തന്നെ ഇത് തന്നെ സംഭവിക്കാവുന്ന കേസാണ്. ലാസ്റ്റ് വൺ. നെക്സ്റ്റ് അതിന്റെ ഒരു കൺക്ലൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ. ഇതെല്ലാമാണ് ഒരു കോമൺ ഡിസീസസ് കുട്ടികളുടെ വരുന്നത്. സോ ആസ് എ ടീച്ചർ നമ്മളുടെ ഡ്യൂട്ടിയാണ് ശ്രദ്ധിക്കുക, കുട്ടികളെ ഒബ്സർവ് ചെയ്യുക നല്ല രീതിയിൽ. അവരെല്ലാം ഡിസീസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള സിംറ്റം കുട്ടികളിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ മെഡിക്കൽ എയ്ഡ് കുട്ടിക്ക് ഉറപ്പാക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണുവാണ്, ക്ലാസ് ടൈമിൽ കാണുവാണെങ്കിൽ സിക്ക് റൂം ഒക്കെ പറഞ്ഞ സ്കൂളുകളിൽ ഉണ്ടാവുമല്ലോ, കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യുക, ആ റൂമിലേക്ക് മാറ്റുക, പെട്ടെന്ന് തന്നെ വേണ്ടുന്ന മെഷേഴ്സും പ്രിവെന്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതിനകത്ത് പറയാത്ത ചില കാര്യങ്ങളുണ്ട്. മംസ്, ആക്ച്വലി നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുമ്പോൾ മീസിൽ മംസിനൊക്കെ ഇമ്മ്യൂണൈസേഷൻ, മംസ് നമ്മൾ എന്താ പറയുന്നത്, മുണ്ടിനീരെന്ന് മലയാളത്തിൽ പറയില്ലേ, ഇങ്ങനെ ഈ ഒരു ഭാഗം ഇവിടുത്തെ ഗ്ലാൻഡ് ഇങ്ങനെ വീർത്ത് വരും. എന്റെ മോൻ അതിന്റെ ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടും അവന് വന്നു. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇമ്മ്യൂണൈസേഷൻ എടുത്താലും 1000-ൽ ഒരാൾക്ക് വരും എന്നാണ് പറയുന്നത്. ചെറിയ പനി വരും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ എന്താ പറയുക, കവിള് ഈ ഒരു ഭാഗം ഇങ്ങനെ വീർത്ത് ഒരു സ്വെല്ലിംഗ് പോലെ വരും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതങ്ങ് മാറും. അപ്പൊ അവിടെ ഇങ്ങനെ പുരട്ടാനായിട്ട് അവരൊരു മരുന്ന് തന്നു, പിന്നെ പനിക്കുള്ള മരുന്ന് ഇത്രയേ തന്നത്. പിന്നെ എന്ന് വെച്ചാൽ ആൺകുട്ടികളൊക്കെ വരുമ്പോൾ അത് അവരുടെ റീപ്രൊഡക്ടറി സിസ്റ്റത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. അതിനെയാണ് ബാധിക്കാൻ ചാൻസ് മംസ് വരുമ്പോൾ. ഇത്രയേ ഉള്ളൂ. മംസ് അതിൽ പറഞ്ഞിട്ടില്ല, പിന്നെ മംസ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ ഒരു നമുക്ക് ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു. നിങ്ങളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കുറെ അസുഖങ്ങളാണ്. അപ്പൊ ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റും ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണുവാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ മെഡിസിൻസ് കഴിക്കുമ്പോൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം, പെട്ടെന്ന് അസുഖം മാറാൻ മെഡിസിൻ ഏത് രീതിയിൽ കഴിക്കണം, ആ സമയത്ത് ഡയറ്റ്, വെള്ളം ആവശ്യത്തിന് കുടിക്കണം, ആ സമയത്ത് ഡ്രഗ്സ് അങ്ങനെയുള്ള കുട്ടികളല്ല, നമ്മുടെ വീട്ടിലെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലിവർ പെട്ടെന്ന് ഡാമേജ് ആവും നമ്മൾ ആ സമയത്ത് മെഡിസിൻസിന്റെ കൂടെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ. കാരണം പാവം ലിവറിന് അറിയില്ല എന്താ ഈ വരണേന്ന്. ആൽക്കഹോളും വരുന്നു, മരുന്നുകളും വരുന്നു, അപ്പൊ സൈഡ് എഫക്ട്സ് ഭയങ്കരമായിട്ട് വരും. അസുഖം ഭയങ്കരമായിട്ട് മോശം അവസ്ഥയിലേക്ക് പോകും പേഷ്യന്റ്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമുക്ക് ആകെ ഒരു ആക്ടിവിറ്റി ഉള്ളൂ. അതെന്തായിരുന്നു? ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്. എന്റെയിലുള്ള 2 മോഡല് ഞാൻ നാളെ ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കും. അത് മലയാളത്തിലാണ്, അത് ഇംഗ്ലീഷിലേക്ക് ആക്കുക. പിന്നെ ആരെങ്കിലും മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ആ ചാർട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ ഒരു യൂണിറ്റിൽ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മിക്കവാറും നാളെ ഞാൻ തന്നെ ആയിരിക്കാം. ചാപ്റ്റർ എന്തായിരുന്നു? ഫസ്റ്റ് എയ്ഡ് ആണേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ്. അത് ശരിക്കും നിങ്ങളുടെ സിലബസിൽ ഫസ്റ്റ് എയ്ഡ് മെന്റൽ എന്നാണ് കൊടുത്തേക്കണേ. അതായത് നമ്മുടെ ശരീരത്തിന് അസുഖം വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലെ. വെള്ളത്തിൽ മുങ്ങി കരയിലേക്ക് കൊണ്ടിരുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ്, പൊള്ളുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ്, അങ്ങനെ പനി വരുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് അസ്വസ്ഥത വരുമ്പോ വോമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കുറെയൊക്കെ നമ്മൾ പരിചയമുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. പറയുവാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് FA കോമൺ ആയിട്ട്, PFA ആണ് മനസ്സിന്റെ ഫസ്റ്റ് എയ്ഡ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആക്ച്വലി സൈക്കോളജി ആണ് വേണ്ടത്, അല്ലാത്ത കാര്യങ്ങളൊന്നും. ഇനി നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നമ്മുടെ മോണ്ടിസോറിയുടെ കോർ സബ്ജക്റ്റിലേക്കാണ് ഇനിയുള്ള ഓരോ പോർഷന് പോകുന്നത്. അപ്പൊ നല്ലതുപോലെ ക്ലാസ് ശ്രദ്ധിക്കുക, മാക്സിമം നോട്ട് എഴുതിയെടുക്കുക, ആ ഡേറ്റാബേസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. Thank you, Miss. Thank you.
Thank you, ക്വസ്റ്റ്യൻസ് Miss. കേട്ടോ, ശ്രദ്ധിക്കണേ. നല്ലപോലെ PDF വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക.